പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ ഇന്നും എന്നേക്കും തന്നെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിലെ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മശിഹാ തമ്പുരാൻ്റെ പരിപാവനമായ പാദപീഠെ ചേർന്ന് വന്ന് മാധുര്യമേറിയ തിരുവചനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിപ്പാൻ നമുക്ക് ഭാഗ്യമൊരുക്കി തന്ന നല്ലവനായ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവരാജ്യത്തിലെ പ്രജകളുടെ സ്വഭാവ വിശേഷതകളെക്കുറിച്ച്, ജീവിത ശൈലികളെക്കുറിച്ച് 3 പ്രാവശ്യമായി 4 കാര്യങ്ങൾ ചിന്തിച്ചത് ഓർമ്മയിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല എന്ന് ഉറപ്പിക്കട്ടെ. അതിൻ്റെ തുടർച്ചയായി ഇന്ന് ചില ചിന്തകൾ കൂടെ നിങ്ങളുമായി പങ്കിടുകയാണ്. ദൈവരാജ്യം കർത്താവ് ലോകത്തിൻ്റെ മുമ്പിൽ വിളംബരം ചെയ്യുകയാണ് തൻ്റെ ഗിരിപ്രഭാഷണത്തിലൂടെ. ആ ഗിരിപ്രഭാഷണ ഭാഗത്തെ ആധാരമാക്കിയാണ് ദൈവരാജ്യത്തിലെ പ്രജകളുടെ ജീവിതശൈലിയും സ്വഭാവ രീതികളും നാം പഠിക്കുന്നത്. ഇന്ന് വീണ്ടും നാം കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ മറ്റൊരു ചിന്ത കർത്താവ് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ കാണേണ്ടത്, നാം ദൈവരാജ്യത്തിലെ പ്രജകളാണെന്ന് ലോകത്തിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ തെളിയിക്കേണ്ടതിന് നമ്മിലുണ്ടായിരിക്കേണ്ട ഒരു യോഗ്യത. ശുദ്ധമുള്ള മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനത്തിലുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം ഇങ്ങനെ വായിക്കും: മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുൻപിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലം ഇല്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും പ്രതിഫലമുണ്ട്. പ്രതിഫലം ആര് പ്രാപിക്കും? എന്താണ് പ്രാപിക്കാനുള്ള യോഗ്യത? നാം പുണ്യപ്രവൃത്തികൾ ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട് നിശ്ചയം. എന്നാൽ ആ ഉള്ള പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. ദൈവത്തിൻ്റെ മക്കൾ, ദൈവരാജ്യത്തിൻ്റെ മക്കൾ ഒരിക്കലും തങ്ങൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തികളൊന്നും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നില്ല. മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യടി കിട്ടാൻ വേണ്ടിയോ മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടാൻ വേണ്ടിയോ ചെയ്യുന്നില്ല. ചിലപ്പോഴെങ്കിലും പറയാൻ കഴിഞ്ഞേക്കും ആളുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആളുകൾക്ക് പ്രചോദനം കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിനൊരു മറുവശമുണ്ട്. ആളുകളെ പ്രചോദിപ്പിക്കുവാൻ വേണ്ടി അത് ചെയ്യുന്നവർക്ക് ആളുകളെ തങ്ങളിലേക്ക് ആകർഷിച്ച് ഞങ്ങൾ മുഖേന ഇത് ചെയ്യണമെന്ന് ഒരു ചിന്താഗതി ഉണ്ടാകില്ല. മാത്രമല്ല, സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി വല്ല പുണ്യകാര്യങ്ങളും ചെയ്തിട്ട് അത് ലോകത്താരെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് അവരും അങ്ങനെ ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടാണെങ്കിൽ തരക്കേടില്ല. ആരുടെയൊക്കെയോ പോക്കറ്റിലിരിക്കുന്ന പണം വാങ്ങി ഒരു ഏജൻ്റായി നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അത് ലോകത്തിൻ്റെ മുഴുവൻ മുമ്പിൽ വിളംബരം ചെയ്ത് അനേകം ആളുകളോട് നിങ്ങൾ ഞങ്ങൾക്ക് കുറേ പണം തരിക, ഞങ്ങൾ ഇതുപോലെ ഇനിയും ചെയ്യാമെന്ന് പറയുന്നത് ദൈവനാമത്തിലുള്ള ഒരു കച്ചവടമാണ്. അവിടെയാണ് നാം തിരിച്ചറിയേണ്ടതായ ഒരു യാഥാർത്ഥ്യം മറഞ്ഞു കിടക്കുന്നത്. ക്ഷമിക്കണം, ചില സത്യങ്ങളൊക്കെ വളരെ പൊള്ളലുണ്ടാക്കുന്ന സത്യങ്ങളാണ്. പക്ഷേ സത്യമാണത്, പറയാതിരിക്കാനാകില്ല. ഈ നാളുകളിൽ പലപ്പോഴും ആളുകൾ പല പുണ്യകാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കുകയാണ്. ഈ പബ്ലിസിറ്റി കൊടുത്ത് പത്രമാധ്യമങ്ങളിലൂടെ ഇത് ലോകത്തെ മുഴുവനും അറിയിക്കുമ്പോൾ ഈ സംഘടനയുടെ പബ്ലിസിറ്റിക്ക്, ഈ സംഘടനയ്ക്ക് ഫണ്ട് കണ്ടുപിടിക്കാൻ, ഈ സംഘടനയിലേക്ക് ആളെ കൂട്ടാൻ, ഈ സംഘടനയുടെ വളർച്ചയ്ക്ക് അത് മുഖാന്തിരമാക്കുമ്പോൾ ദൈവനാമ മഹത്വം അതിൻ്റെ പിന്നിലില്ലെന്ന് വരുന്നു. ദൈവനാമ മഹത്വമാണ് ചെയ്ത പുണ്യപ്രവൃത്തിയുടെ ലക്ഷ്യമെങ്കിൽ ലോകത്താരും അതറിയേണ്ടതില്ല. അതിൻ്റെ ഗുണഭോക്താവാരോ അദ്ദേഹം അറിഞ്ഞു, അല്ലെങ്കിൽ അവരറിഞ്ഞു, സ്വർഗത്തിലെ ദൈവവും അറിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അനിവാര്യരായിരുന്ന വേറെ ചിലരുണ്ടായിരുന്നു, അവരും അറിഞ്ഞു. മറ്റാരെങ്കിലും പറഞ്ഞ് ലോകരറിയുന്നത് ശരി, അത് നമുക്ക് ഒരു തടസ്സമല്ല, അല്ലെങ്കിൽ നമ്മൾ നിർത്തിയിട്ടുള്ളവരല്ല, അവർ നമ്മുടെ ഏജൻറ്റുമാരല്ല എങ്കിൽ അവർ സ്വമേധയാ പറഞ്ഞ് ലോകരതറിഞ്ഞതിൽ തെറ്റില്ല. മറിച്ച്
ഇങ്ങനെ ലോകത്തെ ഇത് അറിയിക്കാൻ വേണ്ടി മീഡിയകൾ ഉപയോഗിക്കുകയോ ഏജൻറ്റുമാരെ നിർത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ബിസിനസ്സിലാക്കും, ഒരു സ്വയം പ്രഘോഷണവുമുണ്ട് എന്നുള്ളതായ ഒരു അപജയം, ഒരപകടം വായിച്ചെടുക്കാതിരിക്കാൻ കഴിയില്ല. ഇന്ന് ചില ആളുകളെങ്കിലും അവരുടെ വ്യക്തിപരമായ പ്രകാശനത്തിന് വേണ്ടി അവർ ചെയ്യുന്ന പുണ്യപ്രവൃത്തികളെ ഉപയോഗപ്പെടുത്താറുണ്ട്. അവിടെ ദൈവനാമം മഹത്വപ്പെടുക എന്നൊരു ലക്ഷ്യം അവർക്കില്ല. അതിനെക്കുറിച്ച് ഒരു മീറ്റിംഗ് നടത്തി അവിടെ വിശിഷ്ട വ്യക്തികളെ വിളിച്ച് പ്രസംഗം പറയിപ്പിക്കുമ്പോൾ പോലും പ്രസ്ഥാനത്തെക്കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന വ്യക്തിയെക്കുറിച്ച് പറയാൻ പ്രേരിപ്പിക്കും. ദൈവമാണിതിൻ്റെ പിന്നിൽ, ദൈവമാണിതിൻ്റെ പ്രേരകശക്തി, ദൈവസ്നേഹമാണിത് ചെയ്യിക്കുന്നത്, ദൈവനാമമാണ് മഹത്വപ്പെടുന്നത്, ദൈവത്തിനാണ് മഹത്വം കരയേറ്റേണ്ടത്, ദൈവമാണിതിൻ്റെ ഉത്തരവാദി എന്ന് ഈ പ്രസംഗകരാരും പറയും എന്ന് ചിന്തിക്കുന്നില്ല. പറയാൻ ആർക്കും അവസരം കൊടുക്കുമെന്നും ചിന്തിക്കുന്നില്ല. അങ്ങനെ കൊടുത്താൽ ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ പിന്നെ അവരെ അങ്ങനെ അവർ പറയാനിടയായാൽ പിന്നെ അവരെ ഇതുപോലുള്ള ഒരു പ്രമോഷന് വേണ്ടി വിളിക്കില്ല. സത്യത്തിൽ ഒരു കച്ചവട മനസ്ഥിതിയുള്ള ഒരാൾ അവരുടെ ഒരു പ്രൊഡക്റ്റ് ലോകത്തിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ, അവതരിപ്പിക്കുമ്പോൾ, വിശിഷ്ട വ്യക്തികളെ കൊണ്ട് പല വാചകങ്ങളും പറയിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ബിസിനസ് ട്രിക്കാണ്. ഇതുപോലെ ആകരുത് നന്മ പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളുടെ, ദൈവരാജ്യത്തിലെ പ്രജകളുടെ പുണ്യപ്രവൃത്തികളൊന്നും എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇതങ്ങനെ അത്രയ്ക്ക് അങ്ങ് ദഹിക്കാൻ സാധ്യതയുള്ളൊരു വിഷയമല്ല. ഇത് ദഹനക്കേടുണ്ടാക്കുന്നൊരു വിഷയമാണ്. ഞങ്ങൾ അച്ഛന്മാർ സാധാരണ നിലയിൽ പള്ളിക്കോ ആത്മീയ വിഷയങ്ങൾക്കോ ആളുകളിൽ നിന്ന് പണം കണ്ടെത്താൻ ഉപയോഗിക്കാറുള്ള ഒരു സൂത്രവാക്യമുണ്ട്. ഒന്നുകിൽ അവരോട് പറയും, നിങ്ങൾ തരുന്ന പണത്തിൻ്റെ മൂല്യമനുസരിച്ച് നിങ്ങളുടെ പേരിലോ നിങ്ങളുടെ പിതാവിൻ്റെ പേരിലോ മാതാവിൻ്റെ പേരിലോ ഈ പ്രസ്ഥാനത്തിലൊരു മുറി പ്രത്യേകം വേർതിരിച്ച് അവിടെ എഴുതി വയ്ക്കാം. അപ്പോൾ അവരിങ്ങനെ ചിന്തിക്കും, ലോകമുള്ള കാലം, ചരിത്രമുള്ള കാലം ഇത് എൻ്റെ ഡൊണേഷനാണെന്ന് ലോകം കാണുമല്ലോ. അപ്പോൾ അവിടെ കൊടുക്കുന്നയാൾക്ക് സ്വയം പ്രകാശിതരാകാൻ കഴിയും. ഞങ്ങളീ വാങ്ങുന്നവർക്ക് അതിൽ നിന്ന് വ്യക്തമായി കുറേ പണം സ്വരൂപിക്കാൻ കഴിയും. ആകെ ചിലവാകുന്നത് ഒരു ചെറിയ പലക അല്ലെങ്കിൽ ഒരു നെയിം ബോർഡ്, അതൊന്ന് എഴുതി വച്ചാൽ അവർ തൃപ്തരായി. വന്നു പോകുന്നവരൊക്കെ ഇത് കാണും. വേറെ ചില ഇടങ്ങളിൽ ഓരോ മുറിയുടെ മുകളിലും എഴുതി വയ്ക്കുന്നില്ല, ഒരു വലിയ ബോർഡ് എഴുതി തൂക്കും, ഇന്ന ആളുകൾ ഈ കാര്യത്തിൽ ഇത്ര തന്നിരിക്കുന്നു. അതാരെങ്കിലുമൊക്കെ സൂക്ഷ്മ നിരീക്ഷണം നടത്തും. അങ്ങനെ വരുമ്പോഴും എൻ്റെ പേരവിടെ ഉണ്ടല്ലോ എന്ന ഒരു ചിന്ത. ഈ വാങ്ങാൻ ഇച്ഛിച്ച ആളുകൾ അതിൻ്റെ പിന്നിലൊരു ബിസിനസ് ട്രിക്ക് കൊടുത്തിട്ടുണ്ട്. കൊടുക്കാൻ ഇച്ഛിച്ച ആളുകൾ അതിലൂടെ ഒരു പബ്ലിസിറ്റിയോ ഒരു കയ്യടിയോ ഒരു മഹത്വമോ ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവമക്കളെ, ഈ ചിന്താഗതി ദൈവരാജ്യത്തിലെ പ്രജകൾക്ക് കാമ്യമല്ല എന്നാണ് യേശു പറഞ്ഞതിൻ്റെ പൊരുൾ. അതങ്ങനെ കേൾക്കുന്നത് സുഖമല്ല. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും തെല്ല് അസ്വസ്ഥതയുണ്ടാകും. അതുകൊണ്ടാണ് ഇതിനെ അപ്രിയ സത്യം എന്ന് വിളിച്ചത്. ഇനി ഇതിനൊരു മറുവശമുണ്ട്. അത് മുൻപച്ചൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഈ സഹായം സ്വീകരിക്കേണ്ടി വരുന്ന ആളുകൾ നിവൃത്തികേടുകൊണ്ടാണത് സ്വീകരിക്കാനിട വരുന്നത്. ഇപ്പോൾ വീടില്ലാത്ത ഒരാൾ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് പരസഹായത്താൽ ഒരു വീട് അവർ സ്വന്തമാക്കുന്നത്. സത്യത്തിൽ അവർക്കും വ്യക്തിത്വമുണ്ട്, അഭിമാനമുണ്ട്. അവരുടെ അഭിമാനത്തെക്കുറിച്ചും വ്യക്തിത്വത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടതുമുണ്ട്, കൊടുക്കുന്നവരും അത് സംഘടിപ്പിക്കുന്നവരും. പ്രിയപ്പെട്ടവരെ, അതുപോലൊരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം നടത്തുന്നു. നിവൃത്തികേട് കൊണ്ട് കൈ നീട്ടി വാങ്ങുന്നതാണ്. ആ പെൺകുട്ടിക്കൊരു അഭിമാനമുണ്ട്, അതിനൊരു വ്യക്തിത്വമുണ്ട്. നാട്ടുകാരുടെ ഓശാരത്തിലാണ് അവൾക്കൊരു കുടുംബജീവിതമുണ്ടായത് എന്ന് നാളെ ലോകം അവളെ നോക്കി പറയാനിടയായാൽ അവൾക്ക് അവളുടെ മുഖം നഷ്ടപ്പെട്ടു പോകും. രോഗിയായ ഒരാൾ, ചികിത്സിക്കാൻ പണമില്ല, അപ്പോൾ പണം കിട്ടിയാൽ ചികിത്സ നടക്കും, ജീവിതം ഒരുപക്ഷെ തിരിച്ചു പിടിക്കാൻ പറ്റും. പക്ഷേ എൻ്റെ ചിലവിലാണ് നീ ഇന്ന് ജീവിക്കുന്നതെന്ന് നാളെ ഒരാൾ പറഞ്ഞേക്കാമെന്ന് ഒരു ബോധ്യം ആ രോഗിയുടെ ഉള്ളിൽ തട്ടിയാൽ ആ രോഗി തകർന്നു പോകും. ഇതിലും നല്ലത് ഞാൻ മരിക്കുന്നതായിരുന്നു എന്നൊരു പക്ഷേ ചിന്തിച്ചു പോകാൻ തരമുണ്ട്, സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇങ്ങനെ സ്വന്തം വ്യക്തിത്വത്തെ സമൂഹമധ്യത്തിൽ
ഇല്ലായ്മ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പബ്ലിക്കായി ആയിരങ്ങൾ കൂടുന്ന ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി മൈക്കിലൂടെ അനൗൺസ് ചെയ്ത് ഇന്ന വീട്ടിൽ ഇന്നയാൾക്ക് ഇന്ന സഹായം കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ ഒടിഞ്ഞ് മടങ്ങി തല കുമ്പിട്ട് നിവൃത്തികേട് കൊണ്ട് വന്ന് കൈ നീട്ടിയത് വാങ്ങുന്ന മനുഷ്യരും മനുഷ്യരാണെന്ന്, ഇത് ശരിക്കും അവർക്ക് ലഭിക്കാൻ അർഹരാണവർ. കൊടുത്തവർ കൊടുക്കാനും അർഹരാണ്, ഉത്തരവാദികളാണ്. ഇത് ലോകത്തെ അറിയിക്കുന്നത് എന്തിന്? അതിനുവേണ്ടി പബ്ലിക് മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് എന്തിന്? അതിനുവേണ്ടി ഫോട്ടോ എടുത്ത് പ്രസിദ്ധീകരിക്കുന്നത് എന്തിന്? അവിടെയാണ് നാം തിരുത്തപ്പെടേണ്ടത്. അപ്പോൾ അവിടെ അതിൻ്റെ പിന്നിൽ നമ്മുടെ വികാരം വെളിപ്പെടുകയാണ്. ഒന്നുകിൽ എൻ്റെ സംഘടനയുടെ പബ്ലിസിറ്റി, അതല്ലെങ്കിൽ എൻ്റെ സ്വന്തം പബ്ലിസിറ്റി, അതുമല്ലെങ്കിൽ ഞാനിതൊക്കെ ചെയ്തുവെന്ന് ലോകം അറിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു പ്രത്യേക മാനസിക വികാരമുണ്ടല്ലോ, അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി. ഇതൊക്കെയാണ് ദാനം ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള വികാരമെങ്കിൽ അത് ദൈവരാജ്യത്തിലെ പ്രജകളല്ല ചെയ്യുന്നത്. ദൈവരാജ്യത്തിലെ പ്രജകൾ, ദൈവത്തിൻ്റെ മക്കൾ അങ്ങനെ ചെയ്യില്ല എന്നാണ് യേശു പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വ്യക്തമായി നമ്മളുടെ ജീവിതത്തെ, നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ നിലപാടുകളെ ഒന്ന് പരിശോധിക്കണം. അത് പരിശോധിച്ചേ മതിയാവും. ആളുകളെ കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നത് നല്ലതാണ്. ആർക്ക് കൊടുത്തു എന്ന്, ആര് സ്വീകരിച്ചു എന്ന് ലോകം അറിയാതിരിക്കട്ടെ. അർഹതപ്പെട്ടവർക്കേ കൊടുക്കാവൂ എന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. ചില ആളുകൾ ഇങ്ങനെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങി സുഖമായി ജീവിച്ച് പഠിച്ചിട്ടുണ്ട്. അവർക്കൊരു ലജ്ജയും ഉണ്ടാകില്ല എവിടെയെങ്കിലും നിന്ന് ആരെന്ത് കൊടുത്താലും വാങ്ങാൻ. അവർ നിരന്തരമായി അത് ജീവിതത്തിൻ്റെ ജീവിത ഉപാധിയായി മാറ്റിയവരാണ്. അങ്ങനെയുള്ളവരെ ഒന്നും അച്ഛൻ ഉദ്ദേശിച്ചിട്ടില്ല ഇത് പറഞ്ഞപ്പോൾ. ക്ഷമിക്കണം, ഇത് ഒരുപക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സമ്മിശ്ര വികാരങ്ങൾ ഉളവാക്കാൻ സാധ്യതയുള്ള ഒരു ചിന്തയാണ്. എന്നാൽ യേശു പറഞ്ഞ വാക്കിൽ മാത്രമാണ് ഊന്നി നിൽക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നത് ലോകർ കാണാൻ വേണ്ടി ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ദൈവത്തിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ലോകത്തിൻ്റെ മുമ്പിൽ പ്രതിഫലം കിട്ടിപ്പോയി. ലോകരുടെ കയ്യടിയിൽ സ്തുതി പാടുന്നവരുടെ പാടകത്വത്തിൽ അത് കിട്ടിപ്പോയി. അതുകൊണ്ട് ഇനി ദൈവസന്നിധിയിൽ പ്രതിഫലമില്ലെന്ന് മാത്രമേ കർത്താവ് പറഞ്ഞു വെച്ചുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന്, നമ്മുടെ ശൈലികളെ ഒന്ന്, നമ്മുടെ നിലപാടുകളെ ഒന്ന് പുനഃപരിശോധിക്കുന്നത് ഉചിതമെന്ന് ഇവിടെ ഒന്ന് സൂചിപ്പിച്ചു. ഇനി ദൈവരാജ്യത്തിലെ പ്രജകൾക്കുണ്ടായിരിക്കേണ്ട മറ്റൊരു പ്രത്യേക ഭാവത്തെക്കുറിച്ച്, ശൈലിയെക്കുറിച്ച് കൂടെ യേശു പറഞ്ഞിട്ടുണ്ട്. മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനം: നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഇതിനെ ആക്ഷരികമായി വ്യാഖ്യാനിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, വേദപുസ്തകം അനുസരിക്കുകയാണ്, ആരെയും കാണിക്കാൻ ഞാൻ പ്രാർത്ഥനാ പ്രകടനങ്ങളൊന്നും നടത്തുന്നില്ല എന്നൊക്കെ ലോകരുടെ മുമ്പിൽ വലിയ വീമ്പിളക്കുകയും ജീവിതത്തിൽ പ്രാർത്ഥിക്കുകയേ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ചില മിടുക്കുകളുണ്ട്. അവരെക്കുറിച്ചല്ല ഈ വാക്യം നമുക്ക് ധ്യാനമായി മാറേണ്ടത്. പ്രിയപ്പെട്ടവരെ, ആത്മീയത പ്രകടനങ്ങളാക്കി മാറ്റുന്നവരെക്കുറിച്ച് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആത്മീയത പ്രകടനങ്ങളാക്കി മാറ്റുന്നവർ അവർ അപകടകാരികളും അബദ്ധത്തിൽ നിൽക്കുന്നവരുമാണെന്നാണ് ഇവിടെ വ്യക്തമായി പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള നമ്മുടെ ആശയവിനിമയമാണ്. പലപ്പോഴും പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള ആശയവിനിമയം എന്നതിലുപരി ലോകരുമായിട്ടുള്ള ആശയവിനിമയമായി മാറാറില്ലേ എന്നുള്ളതൊരു ചോദ്യമാണ്. ഈ കാലഘട്ടത്തിൽ പലരും പ്രാർത്ഥിക്കുമ്പോൾ അത് ഒരു കലാപരിപാടി നടത്തുമ്പോൾ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കലാകാരൻ അത് അവതരിപ്പിക്കുന്ന മനോഭാവത്തോടെ പ്രാർത്ഥനയെ ഒരു കലാപരിപാടിയാക്കി ഒരു ചിന്താഗതി ഒത്തിരി പേരിലുണ്ട്. ആത്മീയതയുടെ ഉത്തുംഗങ്ങളിൽ നിൽക്കുന്ന ഒത്തിരി പേരിൽ അതുണ്ട്. ശരിക്കും ആരാധനയോ പ്രാർത്ഥനയോ ഒരു കലാപരിപാടിയല്ല. ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ദൈവത്തോടാണ്. ഒപ്പം ദൈവം എന്നോടും.
മറ്റുള്ളവരോട് കൂടെയാണ് ഞാനത് ചെയ്യുന്നതെങ്കിൽ പോലും ഞാനും എൻ്റെ ദൈവവുമാണ് സംവദിക്കുന്നത്. എൻ്റെ വാക്കുകളിൽ ഞാൻ ശ്രദ്ധിക്കേണ്ടത് കേൾവിക്കാർക്ക് എങ്ങനെ ഇമ്പമാകുന്നു എന്നല്ല, കർത്താവിനത് എങ്ങനെ സ്വീകാര്യമാകുന്നു എന്നാണ്. ഈണത്തിലും താളത്തിലും ലയത്തിലും സംഗീതത്തിലുമൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അത് ദൈവം പ്രസാദിക്കാൻ വേണ്ടിയായിരിക്കണം, മറിച്ച് ചുറ്റും നിൽക്കുന്ന ജനം പ്രസാദിക്കാൻ വേണ്ടിയാകരുത്. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് അപകടമുണ്ട്, അപജയമുണ്ട്, അതിനകത്ത് ആത്മാർത്ഥതയില്ല. അത് ശരിക്കും ലോകരെ ബോധ്യപ്പെടുത്താൻ നടത്തിയ പ്രാർത്ഥനയാണ്. അവിടെ ദൈവത്തെ കണ്ടിട്ടേയില്ല. പ്രാർത്ഥിച്ച അല്ലെങ്കിൽ പ്രാർത്ഥന ലീഡ് ചെയ്തയാൾക്ക് ദൈവവുമായിട്ടൊരു ബന്ധവുമില്ല. കയ്യടി കിട്ടാൻ വേണ്ടി പ്രാർത്ഥനയെ അവസരോചിതമായി ഭേദപ്പെടുത്തുന്ന ചില വശീകരണ തന്ത്രങ്ങളൊക്കെ ചില ആളുകളുടെ കയ്യിലുണ്ട്. ചെന്ന് നിൽക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രാർത്ഥനയുടെ ശൈലിയും പ്രാർത്ഥനയുടെ രീതിയും ഒക്കെ മാറ്റുന്നവരുണ്ട്. പിന്നെ ചിലയിടങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന പ്രതികരണവും പ്രതിഫലവും ഒക്കെ വെച്ചിട്ട് പ്രാർത്ഥനയുടെ ആഴവും പരപ്പും വലിപ്പവും ഒക്കെ തീരുമാനിക്കുന്നവരുമുണ്ട്. ക്ഷമിക്കണം പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെ ഈ പ്രാർത്ഥനയിലും നാം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കണം. ദൈവപ്രസാദമാകണം പ്രാർത്ഥനയുടെ അടിസ്ഥാന മാനദണ്ഡം. പ്രാർത്ഥിക്കുന്നവർ ദൈവത്തോടാണ് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാക്കണം. അകത്ത് കടന്ന് അറയ്ക്കകത്ത് കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പൊരുളെന്താണ്? ഞാൻ എന്നിലേക്ക് തന്നെ ഒതുങ്ങണം. ചുറ്റുപാടും നിൽക്കുന്നവരെ ഞാൻ ശ്രദ്ധിക്കുകയേ വേണ്ട. അവരുടെ പ്രസാദം എനിക്ക് പ്രശ്നമല്ല. അവരെന്നോടുകൂടെ പ്രാർത്ഥിക്കട്ടെ, അവരെന്നോടുകൂടെ അഭിഷേകവും അനുഗ്രഹവും പ്രാപിക്കട്ടെ. ഞാൻ വാതിലുകളെല്ലാം അടച്ചിരിക്കുന്നു. ഞാനിപ്പോൾ ആകെ എൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ, എനിക്ക് കാണാൻ കഴിയുന്ന ദൈവത്തെ മാത്രമേ കാണുന്നുള്ളൂ ഈ ആരാധനയിലും ഈ പ്രാർത്ഥനയിലും. എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തോട് സംവദിക്കുകയാണ്. ഞാനും ദൈവവും ഒന്നായിത്തീരുന്ന ഒരവസ്ഥയാണ്. അല്ലാതെ വീട്ടിലുള്ള ഒരു മുറിക്കകത്ത് കിടന്ന് വാതിലടച്ച് ഏകമായിരുന്ന് പ്രാർത്ഥിക്കാനല്ല കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. ബാഹ്യമായ എല്ലാ വാതിലുകളും അടയ്ക്കുക, എന്നിട്ട് ഞാൻ ദൈവത്തിങ്കലേക്ക് പൂർണ്ണമായും എന്നെ ശ്രദ്ധ കൊണ്ടുവരിക, ഏകാഗ്രതയോടെ ഞാൻ ദൈവത്തോട് സംവദിക്കുക. അപ്പോൾ എനിക്ക് ആത്മീക പ്രകടനങ്ങളിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. സത്യമായിട്ടും പ്രിയപ്പെട്ടവരെ, ആത്മീക പ്രകടനങ്ങൾ ഒരു വലിയ അപകടമാണ്. അത് ദൈവത്തെ അറിയാത്തവരുടെ, ദൈവരാജ്യത്തിൽ ഉൾപ്പെടാത്തവരുടെ ശൈലിയാണ്. ഒരിക്കൽ ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ കൂടെ ഒരു ഭവന സന്ദർശനം നടത്താൻ ഇടയായി. എൻ്റെ തുടക്ക കാലഘട്ടത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഒരുമിച്ച് ഞാൻ തുടർച്ചയായി പല സ്ഥലങ്ങളിലും പോയി. 8 വീടുകൾ സന്ദർശിച്ചു. 8 വീടുകളിലും അദ്ദേഹം തന്നെയാണ് പ്രാർത്ഥിച്ചത്. ഞെട്ടലോടുകൂടി ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. 8 വീട്ടിൽ അദ്ദേഹം പ്രാർത്ഥിച്ചത് 8 സ്റ്റൈലിലാണ്, 8 ശൈലിയിലാണ്, 8 താളത്തിലാണ്. സത്യത്തിൽ ദൈവത്തോട് സംസാരിക്കാൻ ഒരാൾക്ക് എന്തിനാണ് ഒരുപാട് താളങ്ങളും ഒരുപാട് ശൈലികളും? ദൈവത്തോട് അയാൾ സംസാരിച്ചിരുന്നു. ഈ 8 വീട്ടിലും കൂടെ ഉണ്ടായിരുന്ന ഞാനും എൻ്റെ കൂടെയുള്ള ചില ആളുകളും അറിയാൻ, അയാളുടെ ശൈലിയെക്കുറിച്ച് അയാളുടെ രീതിയെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി അയാൾ ഈ താളം മാറ്റി പ്രാർത്ഥിച്ചതാണ് എന്ന് വേണ്ട നനയ്ക്കാൻ. എന്നോടൊന്നും ചോദിച്ചില്ലെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു മനുഷ്യനോട് വൈകിട്ട് അദ്ദേഹം ചോദിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്, എങ്ങനുണ്ടായിരുന്നു എൻ്റെ പ്രാർത്ഥനകളൊക്കെ. സ്വാഭാവികമായും എങ്ങനുണ്ടായിരുന്നു എൻ്റെ ആരാധന, എങ്ങനുണ്ടായിരുന്നു എൻ്റെ പ്രാർത്ഥന എന്ന് ലോകരോട് ചോദിക്കുന്ന ഒരാൾ ആരോടാണ് പ്രാർത്ഥിച്ചത്, ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, എന്തായിരുന്നു അയാളുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യവും അർത്ഥവും? നമ്മളിനിയും ദൈവരാജ്യത്തിലെ പ്രജകളായിട്ടുണ്ടോ? ഞാൻ എൻ്റെ ദൈവത്തോട് സംസാരിക്കുന്നത് ദൈവത്തിന് ഇമ്പമുണ്ടാകുന്ന വിധത്തിലായിരിക്കണം. ഹൃദയത്തോടുള്ള സംവാദമായിരിക്കണം. അതിൻ്റെ താഴെ 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ 10 വാക്യങ്ങൾക്ക് ശേഷം കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്, ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഉപവസിക്കുക,
നിരാഹാരവ്രതമെടുത്ത് ദൈവത്തോടു കൂടെ ഇരിക്കുകയാണ് ഉപവാസം. ഇവിടെ യേശു വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ വാടിയ മുഖം കാണിക്കരുത്. നിങ്ങൾ ആഹാരം കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് വാടി എന്ന്, ഉപവാസമാണെന്ന് ലോകരോട് പറഞ്ഞ് നടന്ന് അവരുടെ മുമ്പിൽ നിങ്ങൾ അതുകൊണ്ടൊരു മഹത്വം എടുക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ ദൈവത്തിന് അറിയാം നിങ്ങൾ ഉപവസിക്കുകയാണെന്ന്. അത് ലോകത്തിന് മുമ്പിൽ പരസ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പരസ്യപ്പെടുത്തിയിട്ടല്ല നിങ്ങളത് ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, പരസ്യപ്പെടുത്തിയിട്ടുള്ള ഉപവാസം കൂട്ട ഉപവാസമാണ്. അങ്ങനെയുള്ള ചില ഉപവാസങ്ങൾ വേദപുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് സമൂഹത്തെ മൊത്തത്തിൽ ഗ്രസിക്കുന്ന ഭീകരവും മാരകവുമായ ചില അപജയങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയുള്ള അനുതാപത്തിൻ്റെ ഇടങ്ങളാണ്. എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ ചില ആളുകൾ ഉപവസിക്കുമ്പോൾ അവർ പ്രത്യേക മുഖഭാവം കാണിക്കുകയോ ആരോടും മിണ്ടാതെ നടക്കുകയോ മൗനമായി ഇരിക്കുകയോ ആശയവിനിമയം ഒഴിവാക്കുകയോ ഒക്കെ ചെയ്യുന്നത് അവരെ എങ്ങും പുറത്തിറങ്ങാതെ ഒറ്റയ്ക്കൊരിടത്ത് ഇരുന്നു കൊണ്ടാണെങ്കിൽ തരക്കേടൊന്നുമില്ല. സമൂഹത്തിൽ അവർ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ മറ്റുള്ളവരെ പോലെ ഓഫീസിൽ പോകുന്നു, മറ്റ് കാര്യങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ തന്നെ അവർ തൻ്റെ സഹപ്രവർത്തകരെയും ചുറ്റും നിൽക്കുന്ന ആളുകളെയും താനൊരു ഭക്തനാണെന്നോ ഭക്തയാണെന്നോ ഉപവാസത്തിലാണെന്നോ ഒക്കെ ബോധ്യപ്പെടുത്തി അവരുടെ മുൻപിൽ ഒരു വിഗ്രഹമാകാൻ വേണ്ടി ഞാൻ ഉപവാസത്തിലാണെന്ന ഒരു ഭാവത്തിലും വേഷത്തിലുമൊക്കെ ഇരിക്കുന്നതിനെക്കുറിച്ച് കർത്താവ് ഇവിടെ തിരുത്തിയതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം വളരെയധികം നമ്മെ തന്നെ പരിശോധിക്കേണ്ടതായ 3 ചിന്തകളാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത്. ഇത് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ നാം നന്നായി ശോധന ചെയ്യേണ്ടതാണ്. ഞാൻ ദൈവരാജ്യത്തിൽ ഉൾപ്പെട്ട ഒരു പ്രജയാണെങ്കിൽ, കർത്താവ് വിഭാവനം ചെയ്ത വിളംബരം ചെയ്ത ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലാണ് ഞാൻ ഉൾപ്പെട്ടിട്ടുള്ളതെങ്കിൽ, ഞാൻ ദൈവത്തിൻ്റെ മകൾ ആണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാകണം. ഞാൻ നന്മ ചെയ്യും, പക്ഷേ ലോകർ കാണാനല്ല, ദൈവം കാണാനാകും. നന്മ ചെയ്യും, നിരന്തരമായി ചെയ്യും. അത് വിളംബരം ചെയ്തുകൊണ്ടല്ല, നോട്ടീസ് അടിച്ച് പരസ്യപ്പെടുത്തിക്കൊണ്ടല്ല, എൻ്റെ വ്യക്തിപരമായ നേട്ടത്തിനോ വളർച്ചയ്ക്കോ ലാഭത്തിനോ വേണ്ടിയല്ല, ഞാൻ ഉൾപ്പെടുന്ന സംഘടനയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, അതിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയല്ല. ഞാനത് ദൈവനാമ മഹത്വത്തിനായിട്ട് ചെയ്യും. വീണ്ടും പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ഒരു തുറന്ന സംഭാഷണമാണത്. അതിന് ദൈവത്തിന് ഇമ്പകരമായ ശബ്ദമാണ് എന്നിൽ നിന്ന് പുറത്തു വരേണ്ടത്. ദൈവത്തിന് ഇമ്പമാകുമ്പോൾ അത് ലോകർക്കും ഇമ്പമാണെങ്കിൽ തിരക്കേടൊന്നുമില്ല. പക്ഷേ ലോകത്തിന് ഇമ്പമാകാൻ വേണ്ടി ദൈവത്തെ ഞാൻ അവിടെ വിലമതിക്കാതെ പോകുന്നുവെങ്കിൽ ഞാൻ അപകടകാരിയാണ്. എൻ്റെ പ്രാർത്ഥന ശരിക്കും ദൈവസന്നിധിയിൽ എത്തുന്നില്ല എന്ന് വേണം ഞാൻ തിരിച്ചറിയാൻ. ചിലർ ദൈവത്തോട് സംസാരിക്കുമ്പോൾ അത് വളരെ മധുരമുള്ളതും വളരെ ഇമ്പകരവും വളരെ ആസ്വാദ്യകരവും ഒക്കെയാണ്. അതിൽ പങ്കുചേരുന്നവർക്ക് സ്വർഗീയ അനുഭവവും അനുഭൂതിയുമൊക്കെ ഉണ്ടാകും. അത് നല്ലതാണ്, അത് പോസിറ്റീവാണ്, സ്വാഭാവികമാണ്. എന്നാൽ മറിച്ചാകുമ്പോഴാണ് അത് അപകടമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഉപവസിക്കുമ്പോൾ മുഖം വികൃതമാക്കുകയും വാടിയ മുഖം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ശീലം യഹൂദന്മാർക്കുണ്ടായിരുന്നതിനെ വിമർശിച്ചാണ് കർത്താവ് പറഞ്ഞത്. യഹൂദ മതത്തിലെ ആളുകളുടെ അതേ ശൈലിയും ശീലവുമൊക്കെയുള്ള ചിലർ നമ്മുടെ കൂട്ടത്തിലും ഉണ്ട്. അതുകൊണ്ടാണ് ഈ തിരുത്തലുകളൊക്കെ ദൈവാത്മാവ് നമ്മോട് പറയുന്നത്. ഈ പറഞ്ഞ തിരുത്തലുകളെല്ലാം എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ബാധകമാണെന്നുകൂടെ ഒടുവിൽ ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മളെല്ലാവരും പുനർവിചിന്തനത്തിന് വിധേയരാകണം. ഞാൻ ദൈവരാജ്യത്തിലെ പ്രജയാണെങ്കിൽ അതിൻ്റെ യോഗ്യതയ്ക്കൊത്തവണ്ണമാണ് എൻ്റെ ജീവിതത്തിലെ സകല ശൈലികളും ചിട്ടപ്പെടുത്തപ്പെടേണ്ടതെന്ന ആത്മബോധം നമുക്കുണ്ടാകണം. ദൈവം അതിനെ നമ്മെ ശക്തീകരിക്കട്ടെ. നമുക്ക് ഈ നിമിഷങ്ങളിൽ വീണ്ടും പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവായ ദൈവമേ, നിൻ്റെ മക്കളെ വിളിച്ച് പാദപീഠത്തിൽ ഇരുത്തി വാഗ്ദത്തം പോലെ എഴുന്നള്ളി നിന്ന് സ്വർഗരാജ്യത്തിലെ പ്രജകളും ദൈവത്തിൻ്റെ മക്കളുമായവരുടെ ജീവിതശൈലി എന്തായിരിക്കണമെന്ന് പഠിപ്പിച്ചപ്പോൾ ഇന്ന് വളരെ വിലപ്പെട്ട 3 പാഠങ്ങൾ കൂടെ ഞങ്ങളെ പഠിപ്പിച്ചു. ദൈവമേ, ഇതൊക്കെ പാലിക്കാൻ, ഇങ്ങനെ വിളങ്ങുവാൻ, ഇങ്ങനെ കർത്താവിന് പ്രസാദാത്മകമായി ജീവിക്കുന്നവരും കർത്താവിൻ്റെ മഹത്വത്തിന് മുഖാന്തിരമാകുന്നവരും ലോകമുമ്പിൽ ഏതെങ്കിലും നേട്ടത്തിന് വേണ്ടി സ്വയം പ്രകാശിപ്പിക്കാതെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പണം ചെയ്ത് ജീവിക്കുന്നവരുമായി തീരുവാൻ ഞങ്ങൾക്ക് ഭാഗ്യവും കൃപയും തരുമാറാകണമെന്ന്
അവിടുത്തെ കൃപയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിനയപൂർവ്വം അടിയങ്ങളെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. നാഥ, അവിടുന്ന് മഹത്വമെടുക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.